മതങ്ങളുടെ എല്ലാം സൃഷ്ടാക്കൾ മനുഷ്യരാണ്. ഇതെല്ലാം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. എന്നാൽ ഇപ്പോഴിതാ മനുഷ്യരെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച സംഘപരിവാർ മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം മതം അന്വേഷിക്കുന്നു. സിംഹങ്ങളുടെ പേരുകളാണ് ഇവരുടെ പ്രശ്നം. മനുഷ്യരുടെ ജാതിയോ മതമോ അന്വേഷിക്കുന്നവർ പോലും മൃഗങ്ങളുടെ ജാതിയും മതവും നോക്കാറില്ല. പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഉരകങ്ങൾക്കോ ഒന്നും ജാതിയോ മതമോ ഇല്ല എന്നത് സാമാന്യ ബുദ്ധിയാണ്. ആ സാമാന്യ ബുദ്ധി പോലും ഇന്ന് രാജ്യം ഭരിക്കുന്നവരുടെ പ്രത്യയശാസ്ത്രത്തിനില്ല. സിംഹങ്ങളുടെ പേരുകളാണ് പുതിയ വിഷയം. ത്രിപുര മൃഗശാലയിലെ 2 സിംഹങ്ങളെ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലേക്ക് കൊണ്ടുവന്നു. സിംഹങ്ങൾക്ക് വിളിപ്പേരുകളുണ്ട്. അക്ബറും സീതയും. ഒരു സിംഹം ഹിന്ദുവാണത്രേ, പേര് സീത. മറ്റൊരു സിംഹം മുസ്ലിമാണത്രേ, പേര് അക്ബർ. 2 സിംഹങ്ങളും ഒരുമിച്ച് വിഹരിക്കുന്നത് ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുമത്രേ. ന്യൂനപക്ഷ വിദ്വേഷം, ന്യൂനപക്ഷ വിരോധം മുതലെടുത്തുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് നേടി അധികാരത്തിലെത്തുക. അപ്പോൾ തീർച്ചയായും ഭരണപരാജയങ്ങൾ പലതുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാനും, ജനങ്ങളുടെ ശ്രദ്ധ വഴിതിരിച്ചുവിടാനും ഇത്തരം രൂപീകരണ നീക്കങ്ങൾ സംഘപരിവാറിനെയും BJPയും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന മറ്റൊരു അപകടം എന്നത് സമൂഹത്തിൽ ഈ പറയുന്ന ഒരു തീവ്ര മതവികാരം കൂടുതലായി വർദ്ധിച്ചു വരുന്നൊരു കാഴ്ചയാണ്. അന്യമത വെറി അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടുള്ള വിദ്വേഷം കൂടുതൽ സമീപകാലത്ത് തീവ്രമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട്ടെ ഒരു NIT അധ്യാപിക ഗോഡ്സെ പ്രകീർത്തിക്കുന്നതും മറ്റും ഇതിനൊരു ഉദാഹരണമാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പലയിടത്തും, ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാഴ്ച, ഒരു പൊതുവേദിയിൽ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന പ്രഖ്യാപനവും മുദ്രാവാക്യവും യാതൊരു മടിയും കൂടാതെ ഉയർത്തുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു തീവ്ര മതവികാരത്തിലേക്ക് രാജ്യം പോകുന്നത് വലിയ അപകടമാവും ചെയ്യുക. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലും അതുപോലെയൊക്കെയുള്ള തീവ്ര മതവികാരം ഓരോ രാജ്യങ്ങളിലും സൃഷ്ടിച്ച ആഘാതം അല്ലെങ്കിൽ വിപത്ത് എത്രമാത്രം എന്നത് ചരിത്രത്തിൽ നമ്മൾ ഒട്ടേറെ കണ്ടിട്ടുള്ളതാണ്. ഏറെക്കുറെ അതേ പാതയിൽ ഇന്ത്യയും പോകുന്നു എന്നൊരു സൂചന കൂടിയാണ് ഈ പറയുന്ന മൃഗങ്ങളുടെ മതത്തിൻ്റെ പേരിൽ പോലും കോലാഹലം സൃഷ്ടിക്കുന്നതിലൂടെ ബോധ്യപ്പെടുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിഷേധം പ്രസ്താവനയിൽ ഒതുങ്ങിയില്ല. വിശ്വ ഹിന്ദു പരിഷത്ത് കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. പ്രഥമദൃഷ്ട്യാ ഹർജി തള്ളേണ്ടതാണ്. കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതിന് പിഴ ചുമത്തേണ്ടതാണ്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. സിംഹങ്ങളുടെ പേര് മാറ്റാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഏതൊരു വിഷയത്തെയും എങ്ങനെയാണ് മതപരമായി വർഗീയമായി ഉപയോഗപ്പെടുത്തുക, ആ രീതിയിൽ സമൂഹത്തിൽ വിഭജനവും വിദ്വേഷവും ഉണ്ടാക്കുക എന്ന സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഏറ്റവും ഭീതിതമായ, ഏറ്റവും അപമാനകരമായ പ്രകടനമാണ് ഈ VHPക്കാരൻ്റെ ഈ കേസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് മൃഗങ്ങൾക്കൊക്കെ നമ്മൾ പേരിടും. ആ മൃഗങ്ങൾക്ക് ഇടുന്ന പേരുകൾ എന്തായിരിക്കും? നമ്മൾ ടിപ്പു എന്ന് പേരിടുന്ന ആളുകളുണ്ട്, പലതരം പേരുകൾ ഇടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേരിടുന്നതിലൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തോടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവേചനമോ ഏതെങ്കിലും തരത്തിലുള്ള അവരെ അപമാനപ്പെടുത്തുക, നാണം കെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയല്ല. ഇപ്പോൾ അക്ബർ എന്ന് പറയുന്ന ഒരു സിംഹം, അത് സിംഹത്തിൻ്റെ പേരാണ്. അക്ബർ ഒരു മുസ്ലിം നാമമാണ്. മറുഭാഗത്ത് പെൺസിംഹത്തിന് സീതയുടെ പേരാണ്. സീതയുടെ പേരെന്താണ്? ഒരു ഹിന്ദു നാമമാണ്. അപ്പോൾ ഹിന്ദു നാമവും മുസ്ലിം നാമവുമുള്ള 2 മൃഗങ്ങളെ ഒരു കൂട്ടിലടക്കാൻ പാടില്ല. അത് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ, സീതയെ, ഇതിഹാസകാവ്യത്തിലെ നായികയായ സീതയെ അപമാനിക്കലാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്ഷുദ്രമായ, എത്രത്തോളം നീചമായ രീതിയിലാണ് നമ്മുടെ ഇതിഹാസങ്ങളെയും മിത്തുകളെയും അതിലെ കഥാപാത്രങ്ങളെയും ഒക്കെ തന്നെ ഈ VHP സംഘപരിവാർ നേതാക്കൾ കാണുന്നത് എന്നതിൻ്റെ വളരെ നാണം കെട്ട, വളരെ അശ്ലീലകരമായ ഒരു സൂചനയാണ് ഈ സിംഹങ്ങളുടെ പേര് വിഭാഗത്തിലൂടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. UPയിലെ മുസഫർ നഗർ ഒരു അധ്യാപിക സഹപാഠികളെ കൊണ്ട് ഒരു വിദ്യാർത്ഥിയെ അടുപ്പിക്കുന്നു. അവൻ മുസ്ലിമാണെന്നതായിരുന്നു കാരണം. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥയിലുണ്ടായ മാറ്റങ്ങളുടെ പ്രതികരണമാണിത്. പശു ഒരു മൃഗമാണ്. ആ മൃഗത്തെ സങ്കുചിത രാഷ്ട്രീയ പ്രതീകമാക്കി മാറ്റിയത് സംഘപരിവാറാണ്. വന്യജീവികൾക്കും സംഘപരിവാർ ഇപ്പോൾ മതം നൽകുന്നു. ഇനി പക്ഷികൾക്കും ഉരകങ്ങൾക്കും മതം നൽകും.
ഇന്ത്യയെ പ്രാകൃത കാലഘട്ടത്തേക്കാൾ പിറകോട്ട് കൊണ്ടുപോകാനാണ് തീവ്ര ശ്രമം. ഒപ്പം ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ അതിവേഗം കീഴോട്ടും പോകുന്നു.